ഹലോ, ഇന്ന് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റാസൽ ഖൈമയിൽ ഒരു ഹോട്ടലിൽ സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള 6 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു വീക്കെൻഡിൽ ഒരു സ്റ്റേക്കേഷന് പോകാമെന്ന് കരുതി. കാരണം കുറേ നാളായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒന്ന് കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ റാസൽ ഖൈമയിൽ വന്നു. റാസൽ ഖൈമ ഇത് റിക്സോസ് ഹോട്ടലാണ്. റിക്സോസ് ഹോട്ടലിൽ വന്ന് നേരെ ഞങ്ങൾ റിസപ്ഷനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നു. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് നീമ, പിന്നെ ഞങ്ങളുടെ കൂടെ ശരണ്യുണ്ട്, അഷ്ടേച്ചിയുണ്ട്, മായ ചേച്ചിയുണ്ട്, രഞ്ജു ചേച്ചിയുണ്ട്, കവിയുണ്ട്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ പോയി. ഈ പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ കൂടെ ഈ കാണുന്നത് ഫുൾ അവരെ വില്ലാസാണ്. ഞങ്ങൾ അതിനകത്ത് ഒരു വില്ലയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്നില്ല ഇവരെല്ലാവരും ഇത് ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഗ്യാങ്. ഞങ്ങൾ 7 പേര്. അപ്പോൾ അവർ ഓൾറെഡി ലഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കായിട്ടുള്ള ഫുഡ് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ ഈ വില്ലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട്, ഒരു എബോവ് 45 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നടന്നാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അത് കാരണം നേരെ ഞങ്ങൾ ഈ വണ്ടിയിൽ വില്ലയിലോട്ട് പോവുകയായിരുന്നു. വില്ലയിൽ പോയി ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു നേരെ പൂളിലോട്ട് വന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ചും ഉണ്ട്. ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ ഈവനിങ് ഇത് കാണാൻ വേണ്ടി. നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചു. എന്നിട്ട് അവിടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഇങ്ങ് തിരിച്ച് റൂമിൽ വന്നു കുളിച്ചു, ഫ്രഷായി. എന്നിട്ട് പിന്നെയും നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കുറേ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശന്നാകെ ഒരു പരുവായി. പിന്നെ ലേഡീസ് ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പം കുറേ സ്റ്റോറീസും ഇതൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളിതാ ഡിന്നറിന് വന്നു. അത്യാവശ്യം നല്ല ഡിന്നറായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രശ്നമില്ലാന്ന് തോന്നി. പക്ഷെ അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾ നോർമലി സ്റ്റേക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കുള്ള സെയിം ഐറ്റംസൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ഈ സ്വീറ്റിൻ്റെ ഡെസേർട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സാലഡ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, സൂപ്പ് കുഴപ്പമില്ലായിരുന്നു. ഗ്രിൽ ഐറ്റംസൊക്കെ നല്ലതായിരുന്നു. അതായത് കണ്ടു, ഇതൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ അപ്പോൾ എടുത്ത് എനിക്ക് കണ്ടപ്പോഴും നല്ല ഇഷ്ടമായി. കാരണം എനിക്ക് സ്വീറ്റ് അങ്ങനെ ഒരുപാട് അങ്ങനെ കഴിക്കാൻ പറ്റാറില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ ഡിഷസ്. അറബിക് ഉണ്ടായിരുന്നു, കോണ്ടിനെൻ്റൽ ഉണ്ടായിരുന്നു, ചൈനീസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കുസീനും ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഗ്രില്ലിൻ്റെ ആ ഒരു ഏരിയ ആയിരുന്നു. മീൻസ് ഇത് ഡക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഞാൻ വലിയൊരു ഫുഡിയല്ല, അപ്പം എനിക്ക് അത്ര കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റൂ. അത് കഴിഞ്ഞ് നേരെ DJ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺ പ്ലേസ്, എൻ്റെ അമ്മ എന്താ ചൂടായിരുന്നു എന്നറിയാവോ. ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഇങ്ങനെ വിയർത്ത് ഒഴുകി ആകെ ഒരു പരുവമായി. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കുറേ നേരം കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ പിരിയുമ്പോൾ ഒരു വിഷമമാണല്ലോ. പക്ഷേ എന്നാലും വീട്ടിൽ എനിക്ക് പെട്ടെന്ന് എത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എൻ്റെ മോൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാവരും ബൈ ബൈ പറഞ്ഞു തിരിച്ച് അവിടുന്ന് വീട്ടിലോട്ട് പോയി.